ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരത്തിൻ്റെയാണ്. വൈകുന്നേരം ചായയുടെ കൂടെയായാലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായാലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കാനായിട്ട് ആദ്യം തന്നെ ഇതിലേക്കൊരു ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറി വരണം. അപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. കൂടെ തന്നെ അത്യാവശ്യം നല്ല എരിവുള്ള 2 പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞതും പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്തിട്ടാണ് വഴറ്റിയെടുക്കുന്നത്. പിന്നെ ഈ ഒരു സമയത്ത് 2 ഉരുളക്കിഴങ്ങ് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് പുഴുങ്ങി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ സവാളയ്ക്ക് ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് കിട്ടിയാൽ ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. മസാലയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കിഴങ്ങ് നന്നായിട്ടൊന്ന് ഉടച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മസാലയുടെയൊക്കെ പച്ചമണം മാറി കിട്ടിയാൽ ഇതും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഒരു സവാളയും കിഴങ്ങും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായിട്ട് കിട്ടണം. ഈ ഒരു സമയത്ത് ഉപ്പും എരിവൊക്കെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ പാകത്തിന് ഉപ്പും അതുപോലെ തന്നെ എരിവ് കുറവുണ്ടെങ്കിൽ പാകത്തിന് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ ഇനി ഇതിലേക്കൊരു പിഞ്ച് ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. പിന്നെ ഒരു കാര്യം, ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയൊരു പാൻ എടുത്ത് അതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ചിക്കൻ മസാലയാണ്. ചിക്കൻ മസാല ചേർക്കണം നിർബന്ധമൊന്നുമില്ല. പിന്നെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം. വെള്ളം ഏകദേശം തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യിന് പകരമായിട്ട് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്താലും മതിയാവും. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നാൽ ഇനി ഇതിലേക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. വറുത്ത റവയായാലും വറുക്കാത്ത റവയായാലും ഒന്നും കുഴപ്പമില്ല. എന്നിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് മിക്സാക്കി നന്നായിട്ട് വെന്ത് കിട്ടിയാൽ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാറി കിട്ടട്ടെ. ഒരുപാട് ചൂട് ആറി പോകണമെന്നൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് ചൂടാറി കിട്ടിയാൽ ഇനി ഇതിലേക്ക് 1/4 കപ്പ് കോൺഫ്ലോർ ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. കോൺഫ്ലോർ ചേർക്കുന്നത് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് പൊട്ടി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. റവ മാത്രമായിട്ടും ഇതുപോലെ റെഡിയാക്കി എടുക്കാം. പക്ഷേ ചിലപ്പോൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് പൊട്ടി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കോൺഫ്ലോർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി ഒന്ന് ചെറുതായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി കയ്യിൽ കുറച്ച് എണ്ണ ആക്കിയതിന് ശേഷം ഇതിൽ നിന്ന് ചെറിയ ചെറിയ ബോൾസ് ആക്കി ഇതുപോലെ എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് ഇതിൻ്റെ സെൻറ്ററിലേക്കായിട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ നമ്മുടെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ആക്കിയിട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഉന്നക്കായുടെ ഈ ഒരു ഷേപ്പിലാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഫില്ലിംഗ് ഒന്നും പുറത്ത് പോകാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ കവർ ചെയ്തിട്ട് റെഡിയാക്കി എടുക്കാം. എന്നിട്ട് ഇതുപോലെ കത്തിയുടെ ബാക്ക് സൈഡ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്തൊന്ന് മാത്രം. ഈ ഒരു സമയത്ത് തന്നെ എണ്ണ ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എണ്ണ അവിടെ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാതും ഇതേ രീതിയിൽ റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ ഇനി നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഭാഗം ആയിക്കഴിഞ്ഞാലും മറിച്ചിട്ട് കൊടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടായിരിക്കും കേട്ടോ പുറം ഭാഗം ഉണ്ടായിരിക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ 2 ഭാഗവും കളറൊക്കെ മാറി നന്നായിട്ട് മൊരിഞ്ഞിട്ട് നന്നായിട്ട് വെന്ത് കിട്ടിയാൽ പാനിൽ നിന്ന് മാറ്റാം. പരന്നിട്ടുള്ള പാനിലൊക്കെ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ ഒരു ഓടിന് തന്നെ അത്യാവശ്യം കൂടുതൽ അളവിൽ ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യാം.
സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ. ബൈ. താങ്ക് യു.